മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. നമുക്കറിയാം, രാഹുൽ ഇപ്പോഴുള്ളത് മാവേലിക്കര സബ് ജയിലിലാണ്. പ്രതിയെ ഹാജരാക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ജാമ്യാപേക്ഷയിലും അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലും കോടതി ഉത്തരവുണ്ടാകും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയായ യുവതി വിദേശത്ത് നിന്ന് തലസ്ഥാനത്തെത്തിയതായി സൂചനയുണ്ട്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുമെന്നാണ് വിവരം. SITയുടെ സംരക്ഷണത്തിൽ ആണ് ഇവർ എന്നും വിവരമുണ്ട്. ശരണ്യ സ്നേഹജനും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡ് തടവുകാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുകയാണ്. രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ കാണാനെത്തിയ സുഹൃത്തുക്കളെ ഒന്നും കാര്യമായി കാണാൻ തയ്യാറായില്ല. ഒരാളോടോ മറ്റോ സംസാരിച്ചു എന്നറിയുന്നു. എന്താണ് സാഹചര്യം? ഇന്നിപ്പോൾ മറ്റു തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയോ പോലീസ്? രഞ്ജിത്ത്, സാധാരണ തടവുകാരന് കിട്ടുന്ന പരിഗണന മാത്രമാണ് MLA എന്നുള്ള രീതിയിൽ യാതൊരുവിധ പ്രിവിലേജും രാഹുലിന് മാവേലിക്കര സബ് ജയിലിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണ തടവുകാരൻ എന്നുള്ള പരിഗണന മാത്രമാണ്. ഇന്നലെ ഡോക്ടറെ മാവേലിക്കര ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ വിളിപ്പിച്ചിരുന്നു. ഡോക്ടറുടെ പരിശോധനകളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവിടെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ജയിൽ അധികൃതരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഇന്നലെ രാഹുലിനെ സന്ദർശിച്ചിരുന്നു. പക്ഷേ ആരെയും കാണാനായി രാഹുൽ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഉച്ചയോടുകൂടി സഹോദരി ഭർത്താവ് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായാണ് എത്തിയത്. അവര് മാത്രമാണ് രാഹുൽ അകത്തേക്ക് കടത്തിവിടാനായി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കഴിച്ച് പോകുന്നു. ഇന്നലെ കോടതി മാവേലിക്കര ജയിലിലേക്ക് എത്തിച്ച ദിവസം രാത്രിയുള്ള ഭക്ഷണവും രാവിലെ ചപ്പാത്തി അടക്കമുള്ള ജയിൽ ഭക്ഷണമൊക്കെ കഴിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മറ്റു രീതിയിലുള്ള ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ പല പ്രതികരണങ്ങളും നടത്തിയിരുന്നു MLA എന്നുള്ള രീതിയിൽ. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ജയിലിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് സൂപ്രണ്ട്. കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് ജയിലിൽ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം സൂപ്രണ്ടിന്റെ ഭാഗത്ത് പറയുന്നു. പക്ഷേ അത് കോടതി മുഖാന്തരം അത്തരം അപേക്ഷ വന്നാൽ മാത്രമേ അത് പരിഗണിക്കാനാവൂ എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ്. തിരുവല്ല കോടതിയാണ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. മാത്രമല്ല, ഇന്നലെ പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൂതൻ വഴി തിരുവല്ല കോടതിയിലേക്ക്, മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് രാഹുലിന്റെ ജാമ്യാപേക്ഷ കൂടി ബന്ധപ്പെട്ടവർ അയച്ചിരുന്നു. അതും പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനായുള്ള നിർദ്ദേശം മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാഹുലിനെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന്, ജാമ്യാപേക്ഷയുടെ ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 7 ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനായി കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുക. അതിനുള്ള നടപടിക്രമങ്ങളും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാഹുലിനെ കോടതിയിലേക്ക്, പ്രത്യേകിച്ച് തിരുവല്ല കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് തിരുവല്ല കോടതിയിലേക്ക് രാഹുലിനെ എത്തിക്കും. നമുക്കറിയാം, ഏപ്രിൽ 24 ഈ സംഭവം നടന്നിട്ടുള്ളത്. അതായത് പരാതിക്കാരി പറയുന്ന ഈ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഏപ്രിൽ പത്തനംതിട്ടയിൽ വെച്ചിട്ട് ഏപ്രിലാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ അടക്കം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത്തരം പ്രൊസീജിയറുകളിലേക്ക് കടക്കുന്നതിനും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് കസ്റ്റഡി അപേക്ഷ പ്രധാനമാണ്. കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തിരുവല്ല കോടതി പരിഗണിക്കും.